ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയാണ്. അതെങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ താഴെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ നിറയെയില്ല അത്ര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്. വലിയ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ലെമൺ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ചേർക്കാം. വലിയ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതോടൊപ്പം കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് കൈ വെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് കുറച്ച് വേണമെങ്കിൽ വെള്ളം തളിച്ചിട്ടും ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോരോ പീസ് ഇങ്ങനെ എടുത്തിടാം. ചിക്കൻ ഇട്ട അതേ സമയത്ത് തന്നെ ഇളക്കാൻ പാടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 3-4 മിനിറ്റിന് ശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മസാല ഇതിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കും. ചിക്കൻ പീസസ് എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വീണ്ടും മുരിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് കോരി മാറ്റാം. അധികം ഇട്ടിട്ട് നല്ലോണം മൊരിയിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയത്ത് മൊരിയിക്കുന്ന സമയത്ത് ഇത് ഹാർഡായിപ്പോവും. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. വറുത്തെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള പക്കവടയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.